ഹായ് ഗായ്സ്, ഇത് നമ്മുടെ എൻവയോൺമെന്റൽ സൈക്കോളജിയുടെ വ്ളോഗാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ്. മഴയത്ത് ഞങ്ങൾ ഇതൊരു വ്ളോഗ് ആക്കണം എന്ന് വിചാരിച്ചതേ അല്ല, പക്ഷെ പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് ഇതിന്റെ ക്യാമറ എവിടെയാ, ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ വ്ളോഗ് എടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെയാണ് ആക്ച്വലി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളതിന് ശേഷം ഇതായത് അടിപൊളി കണ്ടന്റാന്നുള്ള രീതിക്കാണ് നമ്മൾ വ്ളോഗ് എടുത്തത്. ഇനി വ്ളോഗിന്റെ ക്യാമറാമാൻ ക്യാമറ ഓണർ ഇതാണ് ഓണർ. എനിക്ക് വീഡിയോ അയച്ചു തന്നാൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ചാനൽ നമ്മൾ തുടങ്ങാൻ പോകുന്നല്ല. ഈ ക്യാമറയിൽ എന്നെ കാണാൻ അടിപൊളിയുണ്ട്, പക്ഷെ വീഡിയോ എടുത്ത് കഴിയുമ്പോ ഒരു മെന ഉണ്ടാവില്ല. അത് അങ്ങനെയാണ്. അമ്മേ നമ്മളെ ഇട്ടുകൊണ്ട് പോയി ഗൈസ്, നമ്മൾ ഓടണം. അമ്മേ വീഴരുത്. യെസ്, നമ്മൾ നമ്മുടെ മറ്റു പിള്ളേരുമായി കണ്ടുമുട്ടി. ഇതാണ് മറ്റേ പരസ്യത്തിൽ കാണുന്ന 2 കീടാണുക്കൾ. നിങ്ങൾക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ കൊടുത്തിട്ടുണ്ട്, കേട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നിക്ക് ഒന്നും അറിയാത്ത പോലെ നിക്ക്. ഇപ്പൊ നിങ്ങൾ ചെയ്യണല്ലേ, ഇതാണ് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കൽ ചടങ്ങ്. ഇത്ര നേരം അവർ അറിഞ്ഞുള്ള ഗൈസ്, ഇൻട്രോയിൽ അവർ ഉണ്ടായിരുന്നു, എന്നിട്ടും അവർ അറിഞ്ഞുള്ള ഗൈസ്. അനീറ്റ മേരിജോ ഈസ് അവർ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നരൻ ആയിട്ട്, ഒഫീഷ്യൽ നരനായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ സ്ലോ മോഷൻ ആയിക്കോളാം. നടന്ന അപ്പൊ നരനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി റണ്ണിങ് റേസ് ആണ് ഗൈസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പോസ്റ്റ് വരെ അങ്ങനെ നമ്മുടെ നരൻ, യെസ്, നരൻ ഇതാ വിജയിച്ചിരിക്കുന്നു. ശ്രീലക്ഷ്മി ക്യാമറാമാൻ നമ്മുടെ ക്യാമറ ഇട്ടിട്ട് പോയി. സോ നമ്മുടെ ക്യാമറ നമുക്ക് സ്വന്തമായി ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. സോ ഈ വ്ളോഗ് എന്തായാലും വരും. അങ്ങനെ ഓട്ട മത്സരം കഴിഞ്ഞ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ പ്രകൃതിയെ പറ്റി പഠിച്ചു, ഒബ്സർവ് ചെയ്തു. മഴയാണ്, പക്ഷെ മഴയുണ്ട്. നമ്മുടെ കൊടയില്ല, അതുകൊണ്ടാണ് എന്റെ കണ്ണടയൊക്കെ ഇങ്ങനെ കണ്ടു. വെള്ളമൊക്കെ ചടി. ഉടമസ്ഥൻ പോയി. സോ നമുക്ക് പേടിക്കണ്ട, നമുക്ക് പയ്യേലും പോയാൽ മതി. നമുക്ക് വേറെ വിഷ്വൽസ് കിട്ടും ക്യാമറയിൽ നിന്ന്. നമുക്ക് സീസ്. ഓ ഷിറ്റ്, യെസ്, സ്റ്റോപ്പ്. ഇതാ, ഓ മൈ ഗോഡ്, അതായിരുന്നു സ്റ്റോപ്പ്. പക്ഷെ വഴി കഴിഞ്ഞ് ഏതൊക്കെയോ വഴി. ഓക്കെ, നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാം. ഗൈസ്, വീഡിയോ കട്ട് ചെയ്യാണ്. നമ്മൾ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. വൗ, ദിസ് ഈസ് എ വണ്ടർഫുൾ ഫ്രെയിം. ഇതാ നിക്കണം. ഇപ്പൊ തൊഴുത് കാണിച്ചാണ്. നിന്നോ ഇടീ സെറ്റപ്പ്. ഇതെങ്ങനെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വീഡിയോന്റെ ഇടയിലാണ് എടുക്കണേ. കുറച്ചുകൂടി നീങ്ങ്. വാട്ട് എ കഷ്ടം ഗായ്സ്. മൈക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ കേൾക്കുന്നത് ഒരു തോച്ച മനുഷ്യന്റെ രോദനമാണ്. ശരിക്കും അനീറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കാൻ യാചിക്കുന്ന ഒരു കുട്ടീനെയാണ് കാണുന്നത്. ക്യാമറാമാനെ വിളിച്ചുകൊണ്ട്. നോ, നീ എടുക്കേണ്ട ആളാണ്, മനസ്സിലായില്ലേ? നീയാണ് ഫോട്ടോ എടുക്കേണ്ടത്. നോ, മറ്റേ നല്ലതാണ്, എടുത്തിട്ടുണ്ട്. നോ, അതാണ് അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എടുത്തേണ്ട്, എൻ്റെ ഒപ്പം എടുക്കണം.
എന്താ ആരാധകരുടെ ഒരു സ്നേഹം. നീ എടുത്ത് അവള് പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് ഒരു കോള് വന്നപ്പോൾ നമ്മുടെ വീഡിയോ കട്ടായി പോയി. ഇതേ വാ. ആ കാണുന്ന വഴി കണ്ടു ഗൈസ്. ആ കാണുന്ന വഴിയിൽ ഞങ്ങക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ്. യെസ്, എക്സ്പീരിയൻസ് ഞങ്ങൾ അടുത്ത് പാർട്ട് 2 പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി അവളുടെ റീല് ഞാൻ ഷെയർ ചെയ്യൂല, കാരണം എന്റെ വ്ലോഗിന് ഒരു താല്പര്യമില്ലാതെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്ലോഗാണെന്ന് അറിയോ? ഇനി ഞാൻ റീൽ ഷെയർ ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല. മറ്റേത് പറയില്ലേ, പാപ്പിച്ചായൻ കണ്ടി ഉണ്ണിയാണ്. നമ്മുടെ ക്ലാസ്സിലെ കുറെ പിള്ളേർ ഇനിയും ബാക്കിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്ക് തെറിയേക്കില്ലായിരിക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ടീച്ചറുടെ ഉത്തരവാദിത്തം കഴിഞ്ഞുകൊണ്ട് ടീച്ചർ മൈൻഡ് ചെയ്യില്ലായിരിക്കും. ഇതൊരു വാതിലാണ് ഗൈസ്, വാതിൽ കണ്ടു. നമ്മൾ ഒരാൾക്കാണ് അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ. യെസ്. ഓ അറിയില്ല. ഇതാണ് ഗൈസ് നമ്മുടെ CC UC കോളേജിന്റെ CC. വാട്ട് എ ബ്യൂട്ടിഫുൾ വിഷ്വൽസ്. വീണ്ടും 2 കീടാണുക്കൾ ഇറങ്ങി ഗൈസ്. ഓക്കെ, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഡീസൻ്റായി, അതുകൊണ്ട് അവൾ ഡാൻസ് കളിക്കുന്നില്ല. ഇത്ര നേരം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ ക്യാമറയുടെ ഭംഗി കാരണം മാത്രമാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. ഈ വ്ളോഗ് ഇടണോ ഞാൻ, ഈ വ്ളോഗ് ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ് കണ്ടുമുട്ടി. ഇതാണ് നമ്മുടെ ക്ലാസ്മേറ്റ്സ്. ഇതാണ് സജന സലീം. ഞങ്ങളുടെ വ്ളോഗിനൊരു നമ്മുടെ വ്ളോഗിനൊരു ചാറ്റ് പറയും. ആ പോണം പോണം. ഇപ്പോഴത്തെ സന്തോഷം അതെ ശരിയാണ്. ആ താത്വികമായ വ്ളോഗിൽ അവസാനം ചേർക്കുന്നതാണ്. എല്ലാവരും അത് കേട്ട് മോട്ടിവേറ്റഡ് ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓ ഗൈസ്, നമ്മുടെ ഇതാണ് എൻ്റെ ഡ്രീം കാർ. യെസ്, കാരണം അത്ര പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാം. കുറെ ചിക്കൻ ബിരിയാണി തിന്നാം. ബിരിയാണി കഴിച്ചോ? ഇല്ല, കഴിച്ചോ? ഇല്ല, നാളെ കഴിക്കണം. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ പാർട്ട് 3 വരുന്നത്. ഓക്കെ, ഫോൺ കൊടുക്കണമെങ്കിൽ കോളേജിലെ ആൾക്കാരെത്തി. ഇനി ഞാൻ ഡീസൻ്റ് ആണോ? ഓക്കെ, ബൈ.